ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവർ കൂട്ടക്കരച്ചിലായിരുന്നു സാർ. സാറ് പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സെക്ടോ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇവിടെ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്. സാർ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്നവർ. അതിൽ ഭൂരിഭാഗം പേരും വരുമാനക്കാരും മധ്യവർഗ ജീവിതം നയിക്കുന്നവരുമാണ്. ഉയർന്ന ജീവിത ചെലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആശ്രിതരുടെ സംരക്ഷണം ഇവയ്ക്കിടയിൽ ഓരോ മാസവും കൂട്ടിയും കിഴിച്ചും ഞെരുങ്ങി ജീവിക്കുന്നവരാണ് സാർ സർക്കാർ ജീവനക്കാരിൽ 90% പേരും. സാർ, അവരുടെ അർഹതപ്പെട്ട അവകാശങ്ങളാണ്, ആനുകൂല്യങ്ങളാണ് ഈ സർക്കാർ നിഷേധിക്കുന്നത്. വിവിധ ആനുകൂല്യങ്ങളായി ഏതാണ്ട് 64,923 കോടി രൂപയാണ് സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത്. സാറ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷാമബത്തയാണ്. ആകെ കവർന്നത് ഏതാണ്ട് 1,76,830 മുതൽ ശരാശരിയാണ് സാർ 12,83,304 രൂപ വരെ ഈ ഇനത്തിൽ കവർന്നിട്ടുണ്ട്. 19% വരുന്ന 6 ഗഡു DA ജീവനക്കാർക്ക് കുടിശ്ശികയാണ്. അതിൽ പ്രോവിഡന്റ് ഫണ്ടിലെ ലോക്കിൻ കാലം കഴിഞ്ഞിട്ടും പിൻവലിക്കൽ തടഞ്ഞ 1/1/2019 മുതലുള്ള 3% DAയുടെ 26 മാസം, 1/7/2019 മുതലുള്ള 5% DAയുടെ 20 മാസം, 1/1/20 മുതലുള്ള 4% DAയുടെ 14 മാസം, 1/7/20 മുതലുള്ള 4% DAയുടെ 8 മാസം എന്നിങ്ങനെ 68 മാസത്തെ കുടിശ്ശിക അന്യമായിരിക്കുകയാണ്. ഏതാണ്ട് ശരാശരിയാണ് നഷ്ടം 43,890 മുതൽ 3,19,200 രൂപ വരെയാണ് സാർ ഒരു ശരാശരി ജീവനക്കാർക്ക് നഷ്ടമായത്. ഇനി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച 1/1/21 1/7/21 മുതലുള്ള DAയുടെ 39 മാസം വീതമുള്ള കുടിശ്ശിക നിഷേധിക്കപ്പെട്ടതിലൂടെ വീണ്ടും 78 മാസത്തെ നഷ്ടവും സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടായിരിക്കുകയാണ്. സാർ, ഈ 1975 ജീവനക്കാർ സമരം ചെയ്ത് നേടിയെടുത്ത ഈ അവകാശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഈ രൂപത്തിൽ DA അനുവദിക്കുന്നത്. സാർ, അതുകൊണ്ട് തന്നെ ഇപ്പം മുൻകാല പ്രാബല്യമില്ല, കേന്ദ്ര DAയുടെ റഫറൻസ് ഇല്ലാതെ ഉത്തരവിറങ്ങുന്നു. അതുമൂലം ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അതിൻ്റെ കണക്കുകൾ ഞാൻ കൃത്യമായി ഡീറ്റെയിൽഡായി പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, അത് ഇവിടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.